കഴിഞ്ഞ 2 വർഷങ്ങളിലായി വിദേശി തൊഴിലാളികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വ്യവസായ മന്ത്രാലയം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഈ പ്രക്രിയ തുടങ്ങിയതോടെ ഈ മേഖലയിലുള്ള നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകളും അറ്റസ്റ്റേഷനുകളും പിടികൂടിയതായി കൗൺസിൽ റിപ്പോർട്ട് പറഞ്ഞു. 6 മാസങ്ങൾക്ക് മുമ്പ് പുതുതായി സൗദിയിലേക്ക് വന്ന 8 മലയാളികളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പിടികൂടിയത്. ഇതിലുള്ള അറ്റസ്റ്റേഷനുകളും വ്യാജമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വ്യവസായ മന്ത്രാലയം വിദഗ്ധ തൊഴിലാളികളുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി വ്യാജമെന്ന് കണ്ടെത്തിയവരെ നാടുകടത്തുകയാണ്. വ്യാജ അറ്റസ്റ്റേഷൻ നടത്തിയതിന്റെ പേരിലും പലർക്കും ജോലി നഷ്ടമായിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്ത് ഹൈദരാബാദ്, പൂനെ, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ്. ദമാമിൽ പ്രമുഖ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 2 മലയാളികൾ ഫാമിലി വിസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് വ്യാജ അറ്റസ്റ്റേഷൻ നടത്തിയതിന്റെ പേരിൽ സ്ഥാപനം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അൽ-ഖുബാറിലെ പ്രമുഖ ആശുപത്രിയിൽ 4 വർഷമായി ജോലി ചെയ്തിരുന്ന കോഴിക്കോട് സ്വദേശിനിയുടെ സർട്ടിഫിക്കറ്റ് അംഗീകാരമില്ലാത്തതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ഇതേ മാതൃകയിൽ വ്യാജ പ്രവർത്തന പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവരും പിടിക്കപ്പെട്ടവരിലുണ്ട്. അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയതിനാൽ ഇവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി നാടുകടത്തുകയാണ് പതിവ്. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം.